ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ പേജ് നമ്പർ 51 51 പേജിലെ ആക്ടിവിറ്റി 2 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ആക്ടിവിറ്റി 2. The prince became very sad when Cinderella left him. His servants brought him the glass shoe that Cinderella had left in the room. He wanted to find out the beautiful girl who had danced with him. The next day, he sent messengers to announce that the prince would visit every home to find out the lady. Finally, the prince came to Cinderella's house. The prince became very sad when Cinderella left him. Cinderella രാജകുമാരനെ വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. His servants brought him the glass shoe that Cinderella had left in the room. Cinderella ആ റൂമിൽ മറന്നു വെച്ച ഗ്ലാസ് ഷൂ അത് അദ്ദേഹത്തിൻ്റെ ഒരു പരിചാരകൻ അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തു. He wanted to find out the beautiful girl who had danced with him. അദ്ദേഹത്തോടു കൂടെ നൃത്തം ചെയ്ത ആ വളരെ സുന്ദരിയായ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. The next day, അടുത്ത ദിവസം, he sent messengers to announce that the prince would visit every home to find out the lady. അടുത്ത ദിവസം തന്നെ അദ്ദേഹം രാജകുമാരൻ മെസ്സഞ്ചേഴ്സിനെ സന്ദേശവാഹകന്മാരെ അനൗൺസ് ചെയ്യാൻ വേണ്ടി വിളംബരം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. നമ്മുടെ രാജകുമാരൻ എല്ലാ വീടുകളും വിസിറ്റ് ചെയ്യാൻ, സന്ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ. എന്തിനു വേണ്ടിയിട്ട്? ടു ഫൈൻഡ് ഔട്ട് ദ ലേഡി, ആ പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഫൈനലി, അവസാനം, ദ പ്രിൻസ് കെയിം ടു സിൻഡ്രലാസ് ഹൗസ്. നമ്മുടെ രാജകുമാരൻ സിൻഡ്രലയുടെ വീട്ടിലേക്ക് എത്തി. ലെറ്റ്സ് ഡെവലപ്പ് എ സ്കിറ്റ് ബേസ്ഡ് ഓൺ ദ ഇവൻറ്റ്സ് ദാറ്റ് മെയ്ഡ് സിൻഡ്രല ദ പ്രിൻസസ് ബ്രൈഡ്. നമുക്ക് ഡെവലപ്പ് ചെയ്യാം എ സ്കിറ്റ്, ഒരു നാടകം പോലെ ഒരു സ്കിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ബേസ്ഡ് ഓൺ ദ ഇവൻറ്റ്സ് ദാറ്റ് മെയ്ഡ് സിൻഡ്രല ദ പ്രിൻസസ് ബ്രൈഡ്. സിൻഡ്രല നമ്മുടെ രാജകുമാരൻ്റെ വധുവാകുന്ന ആ സംഭവം, അത് ആ സംഭവം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്കിറ്റ് നിർമ്മിക്കാം. ദ ഫോളോവിങ് ലാഡർ ഓഫ് ഇവൻറ്റ്സ് വിൽ ഹെൽപ്പ് യു ഡെവലപ്പ് ദ സ്കിറ്റ്. ഈ അടിയിൽ കൊടുത്തിട്ടുള്ള ഈ ലാഡർ എന്ന് പറഞ്ഞാൽ ഏണി. ഈ ഏണി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒരു ഏണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലാഡർ നിങ്ങളെ ഈ സംഭവം സ്കിറ്റായിട്ട് രൂപാന്തരപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കും. നമുക്കറിയാം, ലാഡർ ഏണി എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് മുകളിലേക്കാണ് കയറുക, അല്ലേ? ആദ്യത്തേത്, ദ പ്രിൻസ് വിസിറ്റ്സ് സിൻഡ്രലാസ് ഹൗസ്. നമ്മുടെ രാജകുമാരൻ സിൻഡ്രലയുടെ വീട് സന്ദർശനം നടത്തുന്നു. സിൻഡ്രലാസ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ട്രൈ ദ ഗ്ലാസ് ഷോ. ആദ്യം സിൻഡ്രലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, അവരുടെ സഹോദരിമാർ എന്ത് ചെയ്യുന്നു? അവർ ആ ഗ്ലാസ് ഷോ ഇട്ട് നോക്കുന്നു. സിൻഡ്രല ട്രൈസ് ദ ഗ്ലാസ് ഷോ ആൻഡ് ഇറ്റ് ഫിറ്റ്സ് ഹെർ വെൽ. സിൻഡ്രല ആ ഗ്ലാസ് ഷോ ഇട്ട് നോക്കുന്നു, അത് അവൾക്ക് വളരെ പാകമാകുന്നു. ദ പ്രിൻസ് മേക്സ് സിൻഡ്രല ഹിസ് ബ്രൈഡ്. രാജകുമാരൻ സിൻഡ്രലയെ തൻ്റെ വധുവാക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഓർഡറിലാണ് ചെയ്യാനുള്ളത്. നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിൻഡ്രല, അല്ലേ? ഇതെങ്ങനെയാണ്? ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഒന്നാമത്തേത് സിൻഡ്രല, രണ്ടാമത്തേത് പ്രിൻസ് രാജകുമാരൻ, മൂന്നാമത്തേത് സ്റ്റെപ്പ് മദർ രണ്ടാനമ്മ, നാലാമത്തേത് സ്റ്റെപ്പ് സിസ്റ്റർ 1, 5 സ്റ്റെപ്പ് സിസ്റ്റർ 2, ആറാമത്തേത് ഫെയറി ഗോഡ് മദർ, അതായത് തലതൊട്ടമ്മ, ആലാഖ, അല്ലേ? അപ്പോൾ ഫെയറി ഗോഡ് മദർ. ഏഴാമത്തേത് കോർട്ടിയർ എന്ന് പറഞ്ഞാൽ സഭാംഗം, രാജസഭാംഗത്തിനാണ് കോർട്ടിയർ എന്ന് പറയുക. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് നമുക്ക് ഈ സ്കിറ്റിൽ അഭിനയിക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് ആരെയാണ് ഈ കഥാപാത്രങ്ങൾ പറ്റുന്ന ആളുകൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്കിറ്റ് നാടകം തുടങ്ങാൻ പോവുകയാണ്. കർട്ടൻ റൈസസ്. കർട്ടൻ ഉയരുന്നു. എ വെൽ ഡെക്കറേറ്റഡ് റൂം ഓഫ് സിൻഡ്രലാസ് ഹൗസ്. ഒരു നന്നായി അലങ്കരിക്കപ്പെട്ട ഒരു റൂമാണ് സിൻഡ്രലയുടെ വീട്ടിലെ വളരെ അലങ്കരിക്കപ്പെട്ട ഒരു റൂം. സിൻഡ്രലാസ് സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ പ്രിൻസ്. നമ്മുടെ സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയും അവരുടെ മക്കളും പെൺമക്കളും അവർ
വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് രാജകുമാരൻ്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എ കോർട്ടിയർ enters and announces the arrival of the prince. ഒരു രാജസഭാംഗം, ഒരു കോർട്ടിയർ അവിടെ വന്നിട്ട്, കൊട്ടാരത്തിലുള്ള ഒരാൾ വന്നിട്ട് അവിടുന്ന് അനൗൺസ് ചെയ്യാണ്, വിളംബരം ചെയ്യാണ്. ദ അറൈവൽ ഓഫ് ദ പ്രിൻസ്, രാജകുമാരൻ്റെ അദ്ദേഹം വരുന്നുവെന്ന് അദ്ദേഹം വിളംബരം ചെയ്യണം. കോർട്ടിയർ വിളംബരം ചെയ്യുന്നത്? കോർട്ടിയർ അനൗൺസസ്, നമ്മുടെ രാജസഭാംഗം അനൗൺസ് ചെയ്യാണ്. വിക്ടറി ടു ഹിസ് മജസ്റ്റി, ദ പ്രിൻസ് ഈസ് അറൈവിങ്. നമ്മുടെ രാജാവ് ഇവിടെ എഴുന്നള്ളുന്നു എന്ന്. ദ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എൻ്റർ എക്സൈറ്റഡ്ലി. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, സഹോദരിമാർ, അവരെന്ത് ചെയ്യുന്നു? വളരെ ആകാംക്ഷപൂർണ്ണമായിട്ട് അവർ കടന്നു വരികയാണ്. ദ പ്രിൻസ് എൻറ്റേഴ്സ് ആൻഡ് സിറ്റ് ഓൺ ദ ചെയർ. നമ്മുടെ രാജാവ് അദ്ദേഹം വന്നിട്ട് ചെയറിലിരിക്കുന്നു, ഒരു കസേരയിലിരിക്കുന്നു. പ്രിൻസ്, എന്നിട്ട് രാജാവ് പറയാണ്, ഐ വാണ്ട് എവറി ഗേൾ ഇൻ ദ കിങ്ഡം ടു ട്രൈ ഓൺ ദ ഗ്ലാസ് ഷൂ. എനിക്ക് ഈ ഗ്ലാസ് ഷൂ ഈ രാജ്യത്തെ എല്ലാ പെൺകുട്ടികളുടെയും കാലിന്മേൽ ഒന്ന് ഇട്ടു നോക്കണം. സ്റ്റെപ്പ് സിസ്റ്റർ 1. അപ്പോൾ ഒരു സഹോദരി പറയാണ്, വെൽക്കം യുവർ മജസ്റ്റി ടു അവർ സ്മോൾ ഹൗസ്. രാജാവെ, ഞങ്ങളുടെ ചെറിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഐ ആം സോ ഹാപ്പി ടു സീ മൈ ഷൂ വിച്ച് ഐ ലെഫ്റ്റ് ഇൻ ദ പാലസ്. ഞങ്ങളുടെ പാലസിൽ മറന്നു വെച്ച എൻ്റെ ഷൂ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. സ്റ്റെപ്പ് സിസ്റ്റർ 2. രണ്ടാമത്തെ സഹോദരി പറയുകയാണ്, ബട്ട് ഇറ്റ് ഈസ് മൈ ഷൂ. ഇത് എൻ്റെ ഷൂ ആണ്. ഐ ആം ദ ഗേൾ ദ പ്രിൻസ് ഈസ് ലുക്കിംഗ് ഫോർ. രാജകുമാരൻ അന്വേഷിക്കുന്ന പെൺകുട്ടി ഞാനാണ്. സ്റ്റെപ്പ് മദർ എൻറ്റേഴ്സ്. അപ്പോൾ ഈ രണ്ടാനമ്മ കടന്നു വരികയാണ്. ആൻഡ് സീംസ് ടു ബി എക്സൈറ്റഡ്. അവർ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്, അതായത് ആകാംക്ഷയിലാണ്. ദ കോർട്ടിയർ ഹാൻഡ്സ് ഓവർ ദ ഷൂ ടു ദ സ്റ്റെപ്പ് മദർ. അപ്പോൾ സ്റ്റെപ്പ് മദറിന് നമ്മുടെ രാജസഭാംഗം ആ ഗ്ലാസ് ഷൂ കൈമാറുന്നു. സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആൻഡ് മദർ എക്സിറ്റ്. അവരെല്ലാവരും, അവർ 3 പേരും ആ രംഗത്ത് നിന്ന് പുറത്തു പോകുന്നു. ഇനി അടുത്തത് സ്റ്റെപ്പ് മദർ. ഇനി അവർ തമ്മിലുള്ള സംഭാഷണമാണ്. പുട്ട് ഓൺ ദ ഷൂ മൈ ഗേൾ. ആ ഷൂ നീ ഇട്ട് നോക്കും മോളെ. അപ്പോൾ സ്റ്റെപ്പ് സിസ്റ്റർ 1, ഒന്നാമത്തെ സഹോദരി പറയാണ്, ക്രൈസ്, കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ബട്ട് മദർ, അമ്മേ, മൈ ടോസ് ആർ ബിഗ് ആൻഡ് ഷൂ സീംസ് ടു ബി ടു സ്മാൾ. എൻ്റെ കാൽവിരലുകൾ വലുതും ഈ ഷൂ വളരെ ചെറുതുമാണ് എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റെപ്പ് മദർ. അപ്പോൾ അമ്മ പറയുകയാണ്, ഹിയർ ടേക്ക് ദിസ് നൈഫ്. ഈ കത്തി പിടിക്ക്. കട്ട് ദ ടോ ഓഫ് മൈ ചൈൽഡ്. അതായത് കട്ട് ദ ടോ ഓഫ്, നീ നിൻ്റെ കാൽവിരലുകൾ മുറിച്ച് കളയൂ. മൈ ചൈൽഡ്, എൻ്റെ കുട്ടി. ഫോർ വെൻ യു ആർ എ ക്വീൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. നീ ഒരു രാജകുമാരിയാവുമ്പോൾ നിനക്ക് ഒരിക്കലും കാൽനടയായിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആഫ്റ്റർ സം ടൈം ദ 3 അപ്പിയർ ബിഫോർ ദ പ്രിൻസ്. കുറച്ച് സമയത്തിന് ശേഷം ഈ 3 പേരും രാജകുമാരൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ 1. അവരെന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ സഹോദരി ലുക്ക് എംബാരസ്ഡ്. അവർ വളരെ ലജ്ജിച്ചു. ഷീ സ്മൈൽസ്. അവൾ ചിരിച്ചു. അവൾ ചിരിക്കുന്നു. ദ പ്രിൻസ് ലുക്സ് അറ്റ് ഹർ ഫീറ്റ് ആൻഡ് സീ ബ്ലഡ്. അപ്പോൾ രാജകുമാരൻ അവളുടെ കാലിലേക്ക് നോക്കുമ്പോൾ അവിടെ രക്തം കാണുന്നു. പ്രിൻസ്, രാജകുമാരൻ പറയാണ്, ഓ ബ്ലഡ്, ഓ രക്തം. ഡ്രോസ് ബാക്ക് ഇൻ ഹറർ. വളരെ പേടിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട് പിന്നോട്ട് നീങ്ങുന്നു. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. ഇവളല്ല എൻ്റെ യഥാർത്ഥ വധു എന്ന് പറയുന്നു. ടു അതർ സിസ്റ്റർ. മറ്റേ സഹോദരിയോട് മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണ്, വൈ ഡോണ്ട് യു ട്രൈ ടു പുട്ട് ദ ഷൂ ഓൺ. എന്തുകൊണ്ടാണ് നീ ഈ ഷൂ ധരിക്കാത്തത്? ദ സ്റ്റെപ്പ് മദർ ആൻഡ് ഹെർ ഡോട്ടേഴ്സ് എക്സിറ്റ്. വീണ്ടും അവർ 3 പേരും രംഗത്ത് നിന്നും പോകുന്നു. വോയിസ് ഓഫ് സ്റ്റെപ്പ് സിസ്റ്റർ 2 ഈസ് ഹേർഡ് ഫ്രം ഇൻസൈഡ്. ഉള്ളിൽ നിന്നും ഈ രണ്ടാമത്തെ സഹോദരിയുടെ സംസാരം കേൾക്കുന്നു. ഓൺലി ദ ഓഡിയൻസ് ക്യാൻ ഹിയർ ഇറ്റ്. ഓഡിയൻസിന് ആ ശബ്ദം കേൾക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ. സ്റ്റെപ്പ് സിസ്റ്റർ 2. മദർ, ഇറ്റ് സീംസ് മൈ ഹീൽ ഈസ് ടു ലാർജ് ഫോർ ദ ഷൂസ്. അപ്പോൾ ഈ രണ്ടാമത്തെ സഹോദരി പറയാണ്, അമ്മേ, ഈ ഷൂ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഈ ഉപ്പൂറ്റി വളരെ വലുതാണെന്ന് തോന്നുന്നു.
അല്ലേ? ഇറ്റ് സീംസ് മൈ ഹീൽ, എൻ്റെ ഈ ഉപ്പൂറ്റി ഈസ് ടു ലാർജ്, അത് വളരെ വലുതാണ് ഫോർ ദ ഷൂസ്, ഈ ഷൂവിന്. അപ്പോൾ മദർ അമ്മ പറയാണ്, ഹിയർ ടേക്ക് ദിസ് നൈഫ്, നീ ഈ കത്തി പിടിക്ക്, കട്ട് ദ ഹീൽ ഓഫ്, ഈ നിൻ്റെ ഉപ്പൂറ്റി മുറിക്ക്, മൈ ഗേൾ, എൻ്റെ മോളെ, ഫോർ വെൻ യു ആർ എ ക്വീൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്, നീ രാജകുമാരി ആവുകയാണെങ്കിൽ നിനക്കൊരിക്കലും എന്ത് ചെയ്യേണ്ട, കാൽനടയായിട്ട് നടക്കേണ്ട ആവശ്യം വരില്ല. ദ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എൻ്റർ ആൻഡ് സ്റ്റാൻഡ് ബിഫോർ ദ പ്രിൻസ്, വീണ്ടും ഈ 3 ആളുകളും നമ്മുടെ രാജകുമാരൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ദ പ്രിൻസ് നോട്ടീസസ് ബ്ലഡ് ആൻഡ് സ്ക്രീംസ് ആംഗ്രിലി, ഈ പ്രാവശ്യം രാജകുമാരൻ ഈ സഹോദരിയുടെ കാലിലെ രക്തം കണ്ടപ്പോൾ വളരെ ഉച്ചത്തെ അലറി പറഞ്ഞു, അല്ലെ? വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അലറി പറഞ്ഞു. എന്താ പറയുന്നത് പ്രിൻസ്? ദർ ഇസ് ബ്ലഡ് ഓൺ യുവർ ഷൂ, ഇതാ നിൻ്റെ ഷൂവിൽ രക്തം. ദ ഷൂ ഇസ് ടു സ്മാൾ, ഈ ഷൂ വളരെ ചെറുതാണ്. നോട്ട് ബ്രീഡ് അറ്റ് ആൾ, ഇവളല്ല എൻ്റെ യഥാർത്ഥ വധു എന്ന് പറഞ്ഞു. ഇനിയാണ് ട്വിസ്റ്റ് നടക്കുന്നത് കഥയിൽ. സിൻഡ്രല്ല സഡൻലി കം ഫോർവേഡ്, പെട്ടെന്ന് സിൻഡ്രല്ല മുമ്പോട്ട് വരുന്നു. സിൻഡ്രല്ല അവൾ എന്താ പറയുന്നത്? ലെറ്റ് മീ ട്രൈ ഇറ്റ് ഓൺ, എന്നെ ഇത് ഒന്ന് വിട്ടു നോക്കാൻ സമ്മതിച്ചാലും. സിസ്റ്റർ ടീസ് ആൻഡ് ലോഫ്, ഈ സഹോദരിമാർ അവളെ കളിയാക്കുകയും പരിഹസിച്ചിരിച്ചു. സ്റ്റെപ്പ് സിസ്റ്റർ 1, ഒന്നാമത്തെ സഹോദരി പറയാണ്. ഷൗട്ട്സ്, അവൾ ഷൗട്ട് ചെയ്യാണ്. എന്താ ഉറക്കനെ പറയാണ്, ക്ലിയർ ഔട്ട്, ഇവിടെ നിന്നും പുറത്തു പോകൂ. സ്റ്റെപ്പ് മദർ 2, സ്റ്റെപ്പ് സിസ്റ്റർ 2, രണ്ടാമത്തെ സഹോദരി പറയാണ്. ഹൗ ഡു യു കം ഹിയർ ഇൻ ദീസ് ഡേർട്ടി റാക്സ്, ഈ മോശപ്പെട്ട വസ്ത്രത്തിൽ എനിക്ക് ഇവിടെ വരാൻ എങ്ങനെ ധൈര്യം വന്നു? യു അഗ്ലി ക്രിയേച്ചർ, വൃത്തികെട്ട ജന്തു. ലോഫ്സ് അഗെയിൻ, വീണ്ടും ചിരിക്കുകയാണ് പ്രിൻസ്. അപ്പോൾ രാജകുമാരൻ പറയുകയാണ്, ലെറ്റ് ദിസ് ഗേൾ ട്രൈ ദിസ് ഷൂ ഓൺ, ആ പെൺകുട്ടിയെ അത് ധരിക്കാൻ വേണ്ടി സമ്മതിക്കൂ. സ്റ്റെപ്പ് സിസ്റ്റർ 1, ഒന്നാമത്തെ സഹോദരി പറയാണ്. ഷീ ഡിഡിൻ ഗോ ടു ദ ബോൾ, അവൾ നൃത്തവിരുന്നിലേക്ക് വന്നിട്ടില്ല. ദ ഷൂ വോണ്ട് ഫിറ്റ് ഹെർ, ആ ഷൂ അവൾക്ക് പാകമാകില്ല. സിൻഡ്രല്ല സിറ്റ്സ് ഡൗൺ ആൻഡ് ട്രൈസ് ഓൺ ദ ഷൂ, സിൻഡ്രല്ല ഇരുന്നു കൊണ്ട് ഷൂവ് ഇട്ട് നോക്കാൻ ശ്രമിക്കുകയാണ്. പ്രിൻസ് രാജകുമാരൻ, ലുക്ക് ഇറ്റ് ഫിറ്റ്സ്, അത് നോക്ക്, അത് ശരിയാവുന്നുണ്ട്, അവൾക്ക് പാകമാണ്. റൈസിങ് ഹാപ്പിലി, ആ സന്തോഷം അധികരിപ്പിച്ചുകൊണ്ട്, അല്ലേ? വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ പറയുന്നത്. സ്റ്റെപ്പ് സിസ്റ്റർ, അപ്പോൾ സഹോദരി പറയാണ് എന്ത്, സർപ്രൈസ്ഡ്, അവൾ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ഫിറ്റ്സ്, അത് പാകമാണല്ലോ, ഫിറ്റാണല്ലോ അവളുടെ കാലുകൾക്ക്. പ്രിൻസ് രാജകുമാരൻ സ്മൈലിംഗ്, ചിരിക്കുന്നു. യു ആർ ദ വൺ ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ, ഞാൻ അന്വേഷിച്ച് നടന്ന സ്ത്രീ, പെൺകുട്ടി നീയാണ്. വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് എൻ്റെ പേര്? സിൻഡ്രല്ല സ്മൈലിംഗ്, സിൻഡ്രല്ല ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, മൈ നെയിം ഈസ് സിൻഡ്രല്ല, എൻ്റെ പേര് സിൻഡ്രല്ല എന്നതാണ്. സിൻഡ്രല്ല നൗ ടേക്സ് ഔട്ട് ദ അതർ ഷൂ ഫ്രം ദ പോക്കറ്റ്, ഇപ്പോൾ സിൻഡ്രല്ല അവളുടെ മറ്റ് പോക്കറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, മറ്റേ ഷൂവ് പുറത്തെടുക്കുന്നു. പ്രിൻസ് രാജകുമാരൻ, ഓ ഷീ ഈസ് ദ റൈറ്റ് ബ്രൈഡ്, ദ വൺ ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ, ഇവളാണ് ഞാൻ അന്വേഷിച്ച് നടന്ന പെൺകുട്ടി. സിൻഡ്രല്ല ലുക്സ് അറ്റ് ഹെർ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റർ, സിൻഡ്രല്ല അവളുടെ രണ്ടാനമ്മയുടെയും സഹോദരിമാരുടെയും മുഖത്തേക്ക് നോക്കുന്നു. ദേ ലുക്ക് അറ്റ് സിൻഡ്രല്ല വിത്ത് ഗിൽറ്റ് ആൻഡ് റിമോഴ്സ്, അപ്പോൾ അവർ സിൻഡ്രല്ലയുടെ മുഖത്തേക്ക് വളരെ അപരാധത്തോടെയും പശ്ചാത്താപത്തോടെയും ഒക്കെ നോക്കുന്നു. സിൻഡ്രല്ല പറയാണ്, ഐ വിൽ ബി വെരി ഹാപ്പി ഇഫ് യു അലോ മീ ടു ബ്രിങ് ദം അലോങ്, അപ്പോൾ നമ്മോട് കൂടെ ഇവരെയും കൂട്ടിയാൽ, എനിക്ക് കൂട്ടാൻ താങ്കൾ സമ്മതം നൽകുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷവതിയാകും. രാജകുമാരനോട് പറയാണ് സിൻഡ്രല്ല, ദേ ആർ മൈ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, ഇവർ എൻ്റെ രണ്ടാനമ്മയും എൻ്റെ സഹോദരിമാരുമാണ്. പ്രിൻസ് ഹാപ്പിലി, അപ്പോൾ രാജകുമാരൻ സന്തോഷത്തോട് പറയാണ്, വൈ നോട്ട്, എന്തുകൊണ്ട് പറ്റില്ല? തീർച്ചയായിട്ടും പറ്റും എന്നർത്ഥത്തിൽ പറയാണ്. വൈ നോട്ട്, എന്തുകൊണ്ടില്ല? ദേ ടു ക്യാൻ ജോയിൻ യു ഇഫ് യു വിഷ്, നിനക്ക് ആഗ്രഹമാണെങ്കിൽ അവർ നിന്നോട് കൂടെ ചേർന്നോട്ടെ, നിന്നോട് കൂടെ പോന്നോട്ടെ. ഓൾ ഹാപ്പിലി ലീവ് ദ സീൻ, എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് രംഗം വിടുന്നു. ഇത്രയുമാണ് നമുക്കിന്ന് എടുക്കാനുള്ളത്. നിങ്ങളത് ശരിക്ക് നോക്കി എഴുതണം, ഈ സെൻറ്റൻസ് ഒന്നും തെറ്റാതെ ശ്രദ്ധിച്ച് എഴുതണം. ഇന്ന് ഇത്രയുമാണ്, ഈ ഒരൊറ്റ ആക്ടിവിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും മടിക്കരുത്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.